നമസ്കാരം മക്കളെ. ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് മുരിങ്ങക്കോല്, അതായത് മുരിങ്ങയ്ക്ക കൊണ്ടൊരു തോരനാണ് കേട്ടോ. വ്യത്യസ്തമായ രീതിയിലുള്ളൊരു തോരനാണ്. മുരിങ്ങക്കോല് കഴിക്കാൻ മിക്ക ആൾക്കാർക്കും ഇഷ്ടമാണ്, പക്ഷെ കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ആരും അത് കഴിക്കാറില്ല. അപ്പോൾ ഇത് ഇനിയും ബുദ്ധിമുട്ടൊന്നും വേണ്ട മക്കളെ, അതുകൊണ്ട് ഇതേ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും, എല്ലാവരും ആസ്വദിച്ച് കഴിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചക്കക്കുരും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു കോംബോ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും മുരിങ്ങക്കോല് കിട്ടുമ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. കുട്ടികളും മുതിർന്നവരും ഒക്കെ കഴിക്കും. ചോറ് കഴിക്കാനും കഞ്ഞി കുടിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ. കണ്ടില്ലേ, കുഴയാതെ ഒക്കെ നല്ലതുപോലെ വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മുരിങ്ങയ്ക്കയാണിത് കേട്ടോ. അപ്പോൾ ഇത് നാടൻ മുരിങ്ങയ്ക്കയാണ്, അതുകൊണ്ടാണ് ഇതേ രീതിയിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മുരിങ്ങയ്ക്ക കൂടുതൽ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഇനി മടിക്കണ്ട കേട്ടോ മക്കളെ. അപ്പോൾ ഇത് കിളുന്നതാണോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് മുറിച്ച് നോക്കി. അപ്പം എൻ്റെ അരിന്ദ്രവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അപ്പം ഇത് ഇനി ഇതിൻ്റെ പൾപ്പെടുത്താണ് നമ്മൾ തോരൻ വെക്കുന്നത്. അപ്പോൾ പൾപ്പെടുക്കാനൊക്കെ ഒരു ഇച്ചിരി മെനക്കെടണം. നമ്മളങ്ങനെ ചെയ്താൽ നമുക്ക് മെനക്കെടില്ല, നമുക്ക് തോരൻ ആസ്വദിച്ച് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചക്കക്കുരു കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആൾക്കാർക്കും അറിയാം കേട്ടോ. അപ്പോൾ ചക്കക്കുരുവിൻ്റെ ഗുണവും മുരിങ്ങക്കോലിൻ്റെ ഗുണമൊന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ തൊലി നമ്മൾ കളയില്ല കേട്ടോ. ചക്കക്കുരുവിൻ്റെ തൊലിയും കൂടെ ചേർത്താണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് തോരൻ. അതിൻ്റെ ഒരു സവാള ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൊന്ന് കടിക്കാൻ ഒരു മുറി തേങ്ങ, 5 വെളുത്തുള്ളി, പിന്നെ എരിവിനായിട്ട് പച്ചമുളക് 2 അരയ്ക്കുന്നുണ്ട്. ബാക്കി 3-4 നമ്മൾ കീറിയിടാനും. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്താണ് നമ്മൾ ചതച്ചെടുക്കുന്നത്. ഇതിൻ്റെ പൾപ്പ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ 2ആയിട്ട് പിളർന്നിട്ട് നമ്മൾ നെടുക ഇങ്ങനെ കീറും കേട്ടോ. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി കാണിച്ചു തരുവാണേ. അപ്പോൾ ഇത് കീറിയിട്ട് നമ്മളൊരു സ്പൂൺ വെച്ച് ഒരു വീതിയുള്ളൊരു സ്പൂൺ വെച്ച് നമ്മളിങ്ങനെ ചീകിയെടുക്കുന്നതെന്ന് പറയാം നമ്മൾ കേട്ടോ. ഇങ്ങനെ നടുക്ക് വെച്ച് ചീകാതെ അറ്റത്തുനിന്ന് കുറച്ച് ചീകിയാൽ അത് നീളത്തിൽ കിട്ടാതെ ഓരോ പീസായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ചീകിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് പിന്നെ ചെറിയൊരു സ്പൂണാണ് ഞാൻ എടുത്തത്. വലുതായതുകൊണ്ട് എനിക്കൊരു സൗകര്യം കിട്ടില്ല. അപ്പോൾ ഇതേ രീതിയിൽ ചെറിയ സ്പൂൺ എടുത്ത് അറ്റത്തുനിന്ന് തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചീകി എടുത്താൽ കണ്ടില്ല, എളുപ്പം നമുക്ക് ചീകി എടുക്കാൻ പറ്റും. അപ്പം ഇതേ രീതിയിൽ അറിയാൻ വയ്യാത്തവർക്കാണ് ഞാനിത് കാണിക്കുന്നുണ്ട്. അറ്റത്തുനിന്ന് കുറച്ച് ശകലം മേളിൽ നിന്ന് ചീകാതെ തന്നെ അറ്റത്തുനിന്ന് ഇങ്ങനെ ചീകി എടുത്താൽ അത് പെട്ടെന്ന് ഇങ്ങനെ ചീകി ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് നല്ലതാണ് മക്കളെ. നമ്മൾ വലിച്ചു ഊരാനും നിൽക്കേണ്ട, കടിച്ചു പറിക്കാനും നിൽക്കേണ്ട. നമുക്ക് നല്ലതുപോലെ ആസ്വദിച്ച് ഇങ്ങനെ ചെയ്താൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളിതെല്ലാം നമുക്ക് ചീകി എടുക്കാം കേട്ടോ. ഇതേ രീതിയിലെല്ലാം ഞാനിങ്ങനെ ചീകി. ഇപ്പോൾ ഒരു 3-4 പേർക്ക് കഴിക്കാൻ തോരനുള്ള നമുക്ക് പൾപ്പ് മുരിങ്ങക്കോല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ കറി വെക്കാനായിട്ട് നമ്മൾ മൺചട്ടിക്കകത്ത് നമ്മൾ വെളിച്ചെണ്ണ നേരത്തെ അങ്ങ് ഒഴിക്കുക കേട്ടോ. ഈ മൺചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇത് പൊട്ടും ഇതിനെ ചെവിടും. അതുകൊണ്ട് ചട്ടി ചൂടാകുന്നതനുസരിച്ച് നമ്മുടെ വെളിച്ചെണ്ണയും ചൂടാകും. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. പിന്നെ ഈ കറിക്കൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ചെറിയ ഉള്ളിയും കട്ട് ചെയ്തിട്ട് മൂപ്പിച്ച് 2-3-4-5 വറ്റൽമുളകും ഇട്ട് കറിവേപ്പില ഇട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഉള്ളി നല്ല ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു ചേരുവയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മൂത്ത് നീളത്തിലിങ്ങനെ കിടക്കുന്നതെടുത്ത് കഴിക്കാനും ഒക്കെ നല്ലൊരു ടേസ്റ്റും ആണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മൂപ്പിച്ച് ഇത് സോഫ്റ്റാക്കി ഒന്ന് വേവിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് നമ്മൾ ചീകി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങക്കോലിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൾപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചക്കക്കുരുവിനും ഈ പൾപ്പിനും ഒരേ വേവാണ്. ചക്കക്കുരുവിനും അധികം വേവില്ലല്ലോ. അപ്പോൾ രണ്ടും ഒരേ വേവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇതിനകത്ത് അങ്ങ് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മളിതിന് ഇട്ടതിന് ശേഷം ഇതിനകത്ത് ഉപ്പും 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ നമ്മൾ കട്ട് ചെയ്ത പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമ്മളിതിങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് പിന്നെ നടുക്ക് ഇത് വേവാൻ വേണ്ടി നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂട്ടി ഇളക്കരുത്. നടുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നടുക്ക് വെള്ളം തിളച്ച് ആവി മേളോട്ട് കയറി നമ്മുടെ ഇതങ്ങ് വേവും കേട്ടോ. കുഴക്കരുത്. വെള്ളം കുഴക്കണ്ട. അടിക്ക് കിടന്നങ്ങ് വെന്ത് മേളോട്ട് ആവി കയറി ഇതങ്ങ് വെന്തോളും. വെള്ളം ചൂടാകുന്നതനുസരിച്ച് ഇത് വേവും. അപ്പോൾ അത് വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഞാൻ 2-3 പ്രാവശ്യം നമുക്ക് കൂട്ടി ഇളക്കാം. കണ്ടിന്യൂസ് കൂട്ടി ഇളക്കരുത്. 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം കൂട്ടി ഇളക്കുക, അല്ലെങ്കിൽ ഇത് വേവത്തില്ല, കല്ല് പോലെ അടക്കും കേട്ടോ. അപ്പോൾ ഇത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടെ നമ്മളൊന്ന് അടച്ചു വെക്കുകയാണ്. 2-3 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട്. പക്ഷേ കരിയുന്നുണ്ടോ എന്ന് നോക്കണം. അത് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി, അന്നേരം കരിയത്തില്ല ചവിട് കേട്ടോ. അപ്പോൾ ഇതല്ലാതെ ഇതെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരുവിനും മുരിങ്ങക്കോലിനും ഒരേ വേവാണെന്ന് ഞാൻ പറഞ്ഞു, കണ്ടില്ലേ? നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ മുരിങ്ങക്കോലും അതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. രണ്ടിനും ഒരേ വേവാണ്.
ഇനി നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും വെളുത്തുള്ളിയും ജീരകവും, നമ്മൾ വെളുത്തുള്ളിയും ജീരകമാണ് തോരൻ അരയ്ക്കാറ് കേട്ടോ. അതാണിങ്ങനെ. അപ്പം നമ്മൾ തോരൻ ചിക്കത്തില്ല ഇതിനകത്തിട്ട് ഇപ്പം തന്നെ നമ്മൾ കൂട്ടി യോജിക്കത്തില്ല. ഒന്ന് ഇങ്ങനെ കൂട്ടി വെച്ചാൽ അടച്ച് വെച്ച് നമ്മുടെ അരപ്പൊന്ന് വേവണം. ആ അരപ്പിൻ്റെ തേങ്ങയുടെ വെള്ളത്തിൽ ഇതൊന്ന് വേവണം, തേങ്ങാപ്പാലിൻ്റെ വെള്ളത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തുറന്ന് നോക്കി കൂട്ടി യോജിക്കുന്നത്. അല്ലാതെ കൂട്ടി യോജിച്ചാൽ പച്ച ചുവയ്ക്കും കേട്ടോ. അപ്പം വെള്ളമൊന്നുമില്ല കണ്ടോ, വെള്ളമെല്ലാം പറ്റിയെല്ലാം വെന്തു. ഇതൊന്ന് ചിക്കിയിട്ട് വീണ്ടും നമ്മളൊന്ന് അടച്ചു വെക്കും. ഈ അരപ്പെല്ലാം ഇതിനകത്തെല്ലാം ഒന്ന് കൂട്ടി യോജിക്കാൻ വേണ്ടി ഒന്നുകൂടെ നമ്മളൊന്ന് അടച്ചു വെക്കും. എന്നാലേ ഈ കറിക്കൊരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. നമ്മൾ അരപ്പിടുമ്പം തന്നെ അങ്ങ് ചിക്കി ഇളച്ചാൽ പച്ച ചോദിക്കും, പച്ച ടേസ്റ്റ് മാറില്ല, അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കൂട്ടി ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കണ്ട് ആവിയെല്ലാം വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. നമ്മളിതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ഒന്നിട്ടൊടാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള തോരനാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും മക്കളെ. അപ്പോൾ ഇനി മുരിങ്ങക്കോല് കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കും മക്കളെ. നമുക്കൊരു പാടുമില്ല കേട്ടോ. കുറച്ച് നേരം ഇതൊന്ന് കട്ട് ഇങ്ങനെ ചീകി ചീകിന്നാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ എന്താ പറയുന്നത് അറിയില്ല കേട്ടോ. അപ്പോൾ ചീകി എടുക്കുന്ന ഒരു താമസമുള്ളൂ. കണ്ടില്ലേ, ഒന്നേ തൊടാതെ കുഴയാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് തോരൻ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും എല്ലാവരും, പക്ഷെ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. നമ്മൾ മുരിങ്ങക്കോല് കട്ട് ചെയ്ത് വേവിച്ചെടുക്കുന്ന നേരത്തിന് ഇതേ രീതിയിലൊന്ന് ചിരണ്ടി എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഇതേ രീതിയിലുള്ള തോരൻ തയ്യാറാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ കഴിക്കും, മുതിർന്നവരും ഒക്കെ കഴിക്കും കേട്ടോ. ചോറിൻ്റെ കൂടെ ടിഫിൻ ബോക്സിൽ കൊടുക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അല്ലേ, പൂ പോലുള്ള നല്ല ചക്കക്കുരു മുരിങ്ങയ്ക്ക തോരൻ. അപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്യണം മക്കളെ. പെർഫെക്റ്റായിട്ടുള്ള തോരനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈ ചോറ് കഴിക്കാനും കഞ്ഞി കുടിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കളും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മക്കളെ. അപ്പം മുരിങ്ങക്കോല് കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും അമ്മയ്ക്ക് പഴയതുപോലെ ലൈക്കും കമൻറ്റും ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ഞാനത് ഒത്തിരി ചോറ് കഴിക്കാതെ തനിയെ കഴിച്ചു കേട്ടോ. തനിയെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം, സ്നാക്സായിട്ടും ചായയോടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പം മക്കളെ, ഹൈപ്പ് എന്നും പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, അതുകൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണം, ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തെങ്കിൽ അമ്മ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഒറ്റ തവണയെങ്കിലും ചെയ്ത് നോക്കിയാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നമ്മളിത് മുരിങ്ങക്കോലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വിഷമിക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ. ഇപ്പോൾ തന്നെ ചക്കക്കുരു ഇല്ലെങ്കിലും നമുക്ക് മുരിങ്ങയ്ക്ക തന്നെ ആയാലും ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം മക്കളെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കും. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.